SYS കായംകുളം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ പറവകൾക്ക് തണ്ണീർക്കുടമൊരുക്കി. ജലമാണ് ജീവൻ ക്യാമ്പയിന്റെ ഭാഗമായി തണ്ണീർക്കുടമൊരുക്കുന്നതിന്റെ സോൺ തല ഉദ്ഘാടനം കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ പി നിർവഹിച്ചു. എരിപൊരി കൊള്ളുന്ന കൊടുംവേനലിൽ സഹജീവികളുടെ ദാഹമകറ്റാൻ മുന്നോട്ടു വന്ന യുവാക്കൾ പകർന്നത് കാരുണ്യത്തിന്റെയും കരുതലിന്റെയും ഉദാത്ത സന്ദേശമാണ്. SYS കായംകുളം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം മിനി സിവിൽ സ്റ്റേഷനിലാണ് പറവകൾക്ക് തണ്ണീർക്കുടമൊരുക്കി സ്നേഹത്തിന്റെയും കരുതലിന്റെയും നിസ്തുല മാതൃക സൃഷ്ടിച്ചത്. ജലമാണ് ജീവൻ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിലും മുഴുവൻ പ്രവർത്തകരുടെയും വീടുകളിലും പക്ഷികൾക്കും മൃഗങ്ങൾക്കും തണ്ണീർക്കുടം ഒരുക്കുന്നതിന്റെ സോൺതല ഉദ്ഘാടനം കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ പി നിർവഹിച്ചു. സഹജീവികളോടുള്ള സ്നേഹവും കരുതലും ഒരുപക്ഷെ ലോകത്ത് മനുഷ്യരിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് തന്നെ അതിരപ്പള്ളിയിലെ ഒരു ആന, മസ്തകത്തിന് പരിക്കേറ്റ ഒരു ആനയെ എത്രയോ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു നല്ല ദിവസം കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം, നല്ലൊരു ദിവസത്തിൽ നമ്മുടെ കായംകുളം സോണിലെ SYSന്റെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് പക്ഷികൾക്കുൾപ്പെടെ കുടിവെള്ളം നൽകുന്ന ഒരു പദ്ധതി ഏറ്റവും മഹത്തരമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ കാലഘട്ടങ്ങൾ ഈ ഒരു വർഷം പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം വളരെയേറെ ചൂട് കൂടുന്ന ഒരു സന്ദർഭമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഔദ്യോഗികമായി അത് സംബന്ധിച്ച് അറിയിപ്പുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ദാഹത്തിന് വെള്ളം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സഹജീവികളോടുള്ള കരുതൽ മനുഷ്യനു മാത്രം സാധിക്കുന്ന ഒന്നാണെന്ന് കൊടും ചൂടിൽ പക്ഷികൾക്ക് ജീവജലം നൽകാനുള്ള SYSന്റെ ഉദ്യമം തീർത്തും ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. SYS ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് ഷാമിൽ ഇർഫാനി സന്ദേശ പ്രഭാഷണം നടത്തി. ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലമാണ് നമ്മുടെ ഈ വേനൽ അതികഠിനമായിക്കൊണ്ടിരിക്കുന്ന ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പറവകളും മൃഗങ്ങളുമൊക്കെ വെള്ളം കിട്ടാതെ ദാഹിച്ച് പരവശരാകുന്ന ഒരു സ്ഥിതിവിശേഷം നാം കണ്ടുവരുന്നു. അതിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾക്ക്, നമുക്ക് ചുറ്റുമുള്ള ചരാചരങ്ങളോടുള്ള കരുതൽ, അത് മാനുഷികമായും ഒരു മതദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ മതപരമായുമുള്ള ഒരു ബാധ്യതയായി SYS കണക്കിലെടുക്കുകയും അത് നിർവഹിക്കുകയാണ് ഈ മഹത്തായ പദ്ധതിയിലൂടെ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മുഴുവൻ പ്രവർത്തകരുടെയും വീടുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ പറവകൾക്ക് വെള്ളം കുടിക്കുവാനുള്ള, മറ്റു മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാനുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയിലൂടെ SYS ചെയ്യുകയാണ്. നജ്മുദ്ദീൻ അംജദി, അനസ് അജ്വ, നസീർ എരുവ, അനീസ്, അബ്ദുൾ ലത്തീഫ്, അബ്ദുൾ സമദ്, സോൺ ജനറൽ സെക്രട്ടറി അനസ് ഇല്ലിക്കുളം, സാമൂഹിക സെക്രട്ടറി ഷമീർ പടനിലം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.